പരിശുദ്ധമായ ഒരു സംഘടനയുടെ ഐതിഹാസികമായ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം വരുമ്പോൾ ആ സമ്മേളനം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലിയ അഭിമാനമാണ്, വലിയ പ്രതീക്ഷയാണ്. ഓരോ നാട്ടിൽ നമ്മൾ പരിപാടികൾക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പ്രായമുള്ള ഉപ്പമാർ നമ്മളോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ഐതിഹാസികമായ 100ാം വാർഷിക സമ്മേളനത്തിൽ അങ്ങ് കാസർഗോട്ടേക്ക് ദൂരം യാത്ര ചെയ്ത് അങ്ങോട്ടെത്തണം. അതിനു വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ സമ്മേളന നഗരിയിൽ ഒന്ന് പങ്കെടുത്ത് ആ പരിശുദ്ധമായ സമ്മേളനത്തെ ഒന്ന് കാണാനും ആസ്വദിക്കാനും അനുഭവിക്കുവാനുമുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഒരുപാട് പ്രായമുള്ള ഉപ്പമാര് നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല 33,313 ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ക്യാമ്പ് ഇൻഷാ അല്ലാഹ് അവിടെ വിശാലമായി നടക്കുകയാണ്. 4-ാം തീയതി ആരംഭിക്കുന്ന ദാഇ ക്യാമ്പ് ഉൾപ്പെടെയുള്ള 8-ാം തീയതി ഉച്ചവരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠനാർഹമായിട്ടുള്ള ക്യാമ്പ്. ആ ക്യാമ്പിൽ എനിക്കൊന്ന് പങ്കെടുക്കണം. എന്താണ് താല്പര്യം? കുറെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുക എന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരുപാട് ആരിഫീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സാത്വികരായ ആളുകളും പങ്കെടുക്കുന്ന ഒരു സംഗമം. അവിടെ ഒരാൾ ഒരു സുബ്ഹാനല്ലാഹ് ഒരു വട്ടം, ആ 33,313 ആളുകൾ ഒരാൾ ഒരു വട്ടം ചെല്ലിയാൽ തന്നെ 33,000-ൽ പരം വരുന്ന ദിക്ർ അവിടെ ഒരു ചെല്ലുകയാണ്. ഒരു യാസീൻ ഓരോരുത്തർ ഓതിയാൽ അവിടെ 33,313 യാസീൻ അവിടെ പാരായണം ചെയ്യുകയാണ്. അവിടെ ദുആ ചെയ്യുമ്പോൾ ആ സദസ്സിൽ നിന്ന് ഒരാൾ ആമീൻ പറഞ്ഞാൽ അവിടെ 33,313 ആളുകൾ ഒന്നിച്ച് ആമീൻ പറയുക. ഇങ്ങനെ പറയുമ്പോൾ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, 40 ആളുകൾ സംബന്ധിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അവിടെ ദുആ ചെയ്താൽ ആ 40 ആളുകളുടെ കൂട്ടത്തിൽ ദുആക്ക് ഉത്തരമുള്ള ഒരാളുണ്ടാകും. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ സംഗമിക്കുന്ന ഒരേ ലക്ഷ്യത്തിന് വേണ്ടി സംഗമിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിയായിട്ടുള്ള ഇൽമു കേൾക്കാനും മഹാരഥന്മാരായ ആലിമീങ്ങളെ കാണാൻ, അവരെ കേൾക്കാൻ, അവര് പങ്കെടുക്കുന്ന സദസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ എത്തുന്ന എല്ലാവരും ആ ഒരൊറ്റ നീയത്തോടു കൂടിയാണ് അവിടെ വരുന്നത്. അൽഹംദുലില്ലാഹ്. ആ സംഗമത്തിൽ വെച്ച് എന്റെ ദുആക്ക് ഉത്തരമുണ്ടാകും. ഒരുപാട് മുഅ്മിനീങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്താൻ കഴിയും. 4-5 ദിവസം ഒരുപാട് ആലിമീങ്ങളോട്, സാദാത്യങ്ങളോട്, മുതഅല്ലിമീങ്ങളോട്, പണ്ഡിതന്മാരോട്, സ്വാലിഹീങ്ങളോട് ബന്ധം പുലർത്താനുള്ള അവസരമുണ്ടാകുമെന്ന ആത്മാർത്ഥമായ വിശ്വാസമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ മഹത്തായ സദസ്സിൽ പങ്കെടുക്കാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ സംഗമത്തിൽ പങ്കെടുക്കാൻ